ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മനോഹരമായ രാത്രിയിൽ കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ വീണ്ടും ചേർന്ന് വരുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളെ അധികരിക്കുന്നതായ ആത്മീക ആലോചനകളാണല്ലോ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. വിചാരപ്പെടുന്നത് നിരർത്ഥകമാണ് എന്നുള്ളതായ വലിയ സത്യം നമ്മുടെ ഗുരുനാഥൻ ഈ പ്രസംഗത്തിൽ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനെ സംബന്ധിക്കുന്നതായ പല വിശദീകരണങ്ങളും നമ്മുടെ കർത്താവ് തന്നെ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതിനൊരു വിശദീകരണമാണ് 30-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒടുവിൽ ചിന്തിച്ച് തുടങ്ങുവാനിടയായിട്ട് തീർന്നത്. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം എന്ന് നമ്മുടെ കർത്താവ് ഇവിടെ വിശദീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. അതിൽ വളരെ സുപ്രധാനമായൊരു കാര്യം ചുരുക്കം ചില വാക്കുകൾ കൂടി ഞാൻ എടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. വയലിലെ പുല്ല് താരതമ്യേന വളരെ നിസ്സാരമായ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് എന്നുള്ളത് നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, അതിനെ ദൈവമാണ് ചമയിക്കുന്നത്. അതിൽ തന്നെ ചമയിക്കാനായിട്ട് കഴിയുകയില്ലല്ലോ, ദൈവമാണ് ചമയിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഗുരുനാഥൻ ചോദിച്ചൊരു ചോദ്യമാണ്, അതിനെ അങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം എന്ന് നമ്മുടെ കർത്താവ് ചോദിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളാണ് പറയാനായിട്ട് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ വയലിലെ പുല്ലിനേക്കാൾ നാം ദൈവമക്കളായ നാം എത്രയോ വിശേഷപ്പെട്ടവരാണ് എന്നുള്ളതായ കാര്യം മുഴുവൻ ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. മനുഷ്യരെന്ന നിലയിൽ നാം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും വിശേഷപ്പെട്ടവരാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒടുവിൽ ഓർത്തതുപോലെ നമ്മെ ദൈവം ഭയങ്കരവും അതിശയവുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വലിയ സത്യം പൊതുവെ ദൈവത്തിൻ്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് അപ്പുറത്തേക്ക് കടന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നതായ കാര്യം, നാം കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട കർത്താവിൻ്റെ സമ്പാദ്യമാണ്. അപ്പോൾ നാം അതിൽ തന്നെ ഈ ലോകത്തിലുള്ള മറ്റ് മനുഷ്യരിൽ നിന്നും എത്രയോ വ്യത്യസ്തരായിരിക്കുന്നു എന്നുള്ളതായ സത്യം നമുക്ക് അവിടെ തന്നെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. 2-3 വേദവാക്യങ്ങൾ കൂടി നമുക്കൊന്നങ്ങ് വായിച്ചു പോകാം എന്ന് കരുതുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണെങ്കിലും ഇവിടെ ഒന്ന് ചേർത്ത് വായിച്ചു പോകാം എന്ന് കരുതുന്നു. 29-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ നമ്മെ കർത്താവ് എത്ര ഉന്നതമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് എന്നുള്ളതായ കാതലായ സത്യം അവിടെ കാണുകയാണ്. ഈ വാക്യം നമ്മൾ ധാരാളം ചിന്തിച്ചിട്ടുള്ള വാക്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മെ തൻ്റെ പുത്രനോട് അനുരൂപരാക്കി തീർക്കുക എന്നുള്ളതാണ്
സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നാം കർത്താവിൻ്റെ വകയായി വിലയ്ക്ക് വാങ്ങപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ എത്രയോ ഉന്നതമായ ലക്ഷ്യം നമ്മെക്കുറിച്ച് നമ്മുടെ സ്വർഗീയ പിതാവിനുണ്ട് എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നാം ഇവിടെ ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ വയലിലെ പുല്ലിനോട് ബന്ധപ്പെടുത്തി കർത്താവ് ഈ 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ സത്യം, പ്രിയപ്പെട്ടവരെയും നാം എത്രയോ വിശേഷപ്പെട്ടവരാണ് എന്നുള്ളതായ ചോദ്യത്തിൻ്റെ മറുപടിയിൽ ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. നമ്മുടെ മനസ്സ് ഈ വലിയ സത്യത്തെക്കുറിച്ചുള്ളതായ സന്തോഷത്തും കൊണ്ടും അഭിമാനം കൊണ്ടും നിറയുവാൻ ഇടയായിട്ട് തീരട്ടെ. 1-2 വാക്യങ്ങൾ കൂടി പരിചയമുണ്ട്, ഞാനങ്ങ് പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 2-ാമത്തെ വാക്യത്തിൽ നമുക്കുള്ള വലിയ പ്രത്യാശയെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ ദൈവമക്കളെ സംബന്ധിച്ചും ബാധകമാണ് എന്നിരിക്കലും അതിൻ്റെ വിജയം കൈവരിക്കുന്നതിൽ വളരെയധികം വ്യത്യസ്തത ഉണ്ടാകുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. കാരണം നാം ദൈവപുത്രനോട് സദൃശ്യരായിട്ട് എത്രത്തോളം തീരുന്നു എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നാം വായിച്ച വാക്യത്തിൽ, പ്രിയമുള്ളവരെ, നാം ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് കർത്താവ് തന്നിട്ടുള്ള പ്രത്യാശയുടെ മഹത്വം അവിടെ വ്യക്തമാക്കുകയാണ്. ഈ പ്രത്യാശയുടെ മുമ്പിൽ നമ്മൾ ആരും വ്യത്യസ്തരല്ല. നമ്മുടെ കർത്താവ് വരുമ്പോൾ നാം അവനോട് സദൃശ്യന്മാരാകാനുള്ള ആളുകളാണ്. അത് ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ വലിയ ഉൾക്കാഴ്ചയോട് കൂടി ജീവിക്കാനുള്ള ആവശ്യകതയാണ് അത് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് അതിൻ്റെ അടുത്ത വാക്യം നമുക്കെല്ലാം അറിയാം. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പം അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഈ ഉന്നതമായ പ്രത്യാശയിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ പ്രത്യാശയെ പ്രായോഗിക ജീവിതം കൊണ്ട് പ്രതിഫലിപ്പിച്ച് സാക്ഷ്യം വഹിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ ചേർത്ത് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, വിശ്വാസികളായ നാം എത്രയോ വിശേഷപ്പെട്ടവരാണ്, എത്ര ഉന്നതമായ നിലയിൽ ജീവിക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവരാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ വയലിനെ, പുല്ലിനെ, അത് ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന നിലയിൽ ഇത്രത്തോളം മനോഹരമായി ചമയിച്ചിരിക്കുന്ന സ്വർഗീയ പിതാവ് നമ്മോടുള്ള ബന്ധത്തിൽ എത്രയോ അധികം നമ്മെ സൗന്ദര്യത്തിൽ നിർത്തും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാനിതിങ്ങനെ ഒന്ന് സംക്ഷേപിച്ച് മുമ്പോട്ട് പോകട്ടെ. നാം ഇത്രമാത്രം ഉന്നതമായ പദവിയിലേക്ക് കൊണ്ടുവരപ്പെട്ടവർ എന്ന നിലയിൽ നമുക്ക് ഈ വലിയ ഉൾക്കാഴ്ച ഉൾക്കൊണ്ട് ജീവിക്കാനുള്ളതായ ആവശ്യകതയുണ്ട്. കർത്താവിൻ്റെ നിർമ്മലതയുടെയും താഴ്മയുടെയും സൗമ്യതയുടെയും മഹത്വം തിരിച്ചറിയുന്നവർ മറ്റ് അലങ്കാരങ്ങൾക്ക് പിന്നാലെ പോകാൻ ഇടയായിട്ട് തീരാതെ തങ്ങളെ തന്നെ ഈ സൗന്ദര്യത്തിൽ സൂക്ഷിക്കുവാനായിട്ട് ഉത്സാഹിക്കും. ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ഉൾക്കൊണ്ട് കാണും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ പറഞ്ഞ വാചകത്തോട്
1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ എത്രയോ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ആ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് ഇവിടെ നിന്ന് മുൻപോട്ട് പോകാം എന്ന് കരുതുന്നു. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ കൂടി വായിച്ചോളൂ. നിങ്ങളുടെ അലങ്കാരം തലമുടി തിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗന്ദര്യവും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. ഒരു വാചകം കൂടി. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന വളരെ മനോഹരമായൊരു സത്യം. അപ്പോൾ അവിടെ നമ്മുടെ അലങ്കാരം എന്തായിരിക്കണം, എന്തായിരിക്കരുത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ആ പുറമേയുള്ള അലങ്കാരത്തിൽ 2-3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. ആ വാക്കുകളുടെ ഒന്നും വിശദീകരണത്തിലേക്ക് ഞാൻ ഈ പാഠത്തിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് കരുതുകയാണ്. തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ വ്യക്തമാക്കുകയാണ്. നാം ഈ ഉൾക്കാഴ്ച ഉൾക്കൊള്ളുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞാനത് ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. എന്നിട്ട് നമ്മുടെ അലങ്കാരം എന്താണ് എന്നുള്ളത് വളരെ മനോഹരമായിട്ട് അവിടെ വ്യക്തമാക്കുകയാണ്. ഞാൻ ആദ്യം ഒരു വിശദീകരണം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ വാക്കുകൾ ഇനി വിശദീകരിക്കേണ്ടതില്ല എന്ന് കരുതുകയാണ്. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. ഇത് ഞാൻ ആദ്യം വിശദീകരിച്ച കാര്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ സൗമ്യത, നമ്മുടെ കർത്താവിൻ്റെ നിർമ്മലത, നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധി, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മെ തന്നെ അലങ്കരിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമാണ് ദൈവാത്മാവ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കിനോട് ചേർത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഓർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഉൾക്കാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഒരു സത്യം എടുത്തു പറയുന്നത്, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. അപ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ പ്രാണപ്രിയൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ് ദൈവസന്നിധിയിൽ വിലയേറിയതായിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച ഉൾക്കൊള്ളാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എന്നിട്ട് താഴെ വാക്യത്തിലൊരു സന്ദേശം പറയുന്നുണ്ട്. പണ്ടേ മുതൽ ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ ഈ തിരിച്ചറിവുള്ളവരായിരുന്നു. അവർ അങ്ങനെയാണ് തങ്ങളെ തന്നെ അലങ്കരിച്ചത് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഇതിൻ്റെ വിശദീകരണങ്ങൾ ഞാൻ അധികവും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എങ്കിലും ഈ വാക്യങ്ങൾ കൂടി ചേർത്ത് ആ കാര്യം ഒന്ന് പറഞ്ഞുറപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, നമുക്ക് ഈ വലിയ ഉൾക്കാഴ്ചയോട് കൂടി ഈ തലമുറയിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാൻ, നാം ഈ വലിയ പ്രത്യാശയോടുകൂടി ജീവിക്കുന്നവരാണെന്നുള്ളത് ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കേവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് ഇവിടെ നമ്മുടെ കർത്താവ് വിചാരപ്പെടേണ്ട എന്നുള്ളതായ കാര്യം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നതായ ഈ മനോഹരമായ സത്യം ഉൾക്കൊള്ളുന്നവരായിട്ട് നമുക്ക് ഓരോ ദിവസവും ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ 6-ാം അധ്യായം ഇന്ന് പറഞ്ഞുപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 33-ാം വാക്യമൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ചില ആഴ്ചകൾക്ക് മുമ്പുള്ള ക്ലാസ്സിൽ ചിന്തിക്കുവാനിടയായിട്ട്
തീർന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഈ വിശദീകരണം വിചാരപ്പെടേണ്ട എന്നുള്ളതായ കൽപ്പന നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ പറഞ്ഞ് ഉപസംഹരിക്കുമ്പോൾ 34-ാമത്തെ വാക്യത്തിൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നൊരു പ്രബോധനം പറഞ്ഞാണ് ഈ വാക്കുകൾ ഈ വിഷയം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ വിഷയം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ തന്നെ സാമാന്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്നതായ ഒരു വിശദീകരണം പറഞ്ഞ് അത് ഉപസംഹരിക്കുകയാണ്. വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 34-ാമത്തെ വാക്യം, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഈ കാര്യം വളരെ ലളിതമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഞാൻ ഓർക്കാറുണ്ട്, എപ്പോഴും വായിക്കുമ്പോഴും ഇതിനകത്തൊരു മർമ്മം ഉള്ളതുപോലെ തോന്നാറുണ്ട്. നമ്മുടെ കർത്താവ് ഈ സത്യം വളരെ ലളിതമായി പറഞ്ഞ് ഉപസംഹരിക്കുകയാണ്. ഞാൻ ഒത്തിരി വിശദീകരിക്കാതെ ചുരുക്കം ചില വാക്കുകൾ ആ ബന്ധത്തിൽ ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ആദ്യം കർത്താവ് പറയുന്നത്, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളേക്കായി വിചാരപ്പെടരുത്. നമുക്കറിയാം, അധികം പേരും നാളെ വരാൻ ഇടയുള്ള കാര്യങ്ങളെ ചൊല്ലിയാണ് വിചാരപ്പെടാറുള്ളത്. നാളെ അഭിമുഖീകരിക്കുന്നൊരാവശ്യം, അതൊക്കെ അതിന്മേലാണ് അധികവും വിചാരപ്പെടാറുള്ളത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, നാളേക്കായി വിചാരപ്പെടരുത്. വിചാരപ്പെടരുതെന്ന് കർത്താവ് ഇതിൻ്റെ ഈ പോർഷനിൽ ആദ്യം മുതലേ പറയുമ്പോൾ പറയുന്ന 3 കാര്യത്തിലും നമ്മളാരും ഇന്നത്തെ കാര്യത്തിൽ വിചാരമുള്ളവരാണ് എന്ന് ഞാൻ കരുതുന്നില്ല, വിചാരപ്പെടുന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്ത് തിന്നും, എന്ത് കുടിക്കും, പിന്നെ എന്ത് ഉടുക്കും. അപ്പോൾ ഇതിലൊക്കെ ഇന്ന് എന്താ കഴിക്കാനുള്ളത്, കഴിക്കാനൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യത്തിലുള്ള വിചാരപ്പെടൽ നമുക്ക് സാധാരണ നില ആവശ്യമായിട്ട് വരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ അത് വിശദമായിട്ട് ഓർത്തായിരുന്നു. വിചാരപ്പെടാതെ ചെയ്യാവുന്നൊരു കാര്യം കർത്താവ് പ്രാർത്ഥനയിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താണത്? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. അപ്പോൾ അവിടെ ആ പ്രാർത്ഥനയും നാളത്തെ ആഹാരത്തിന് വേണ്ടിയുള്ളതല്ല. നാളത്തെ കാര്യം നമ്മുടെ കർത്താവ് കരുതുന്നവനാണ് എന്നുള്ളത് നമുക്കറിയാം. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ അതിന് മുഖാന്തരമായിട്ട് തീർന്ന കാര്യം അവിടെ വിശദീകരിക്കുന്നുണ്ടല്ലോ. ഈ ജനം ഇങ്ങനെ അങ്ങ് വിട്ടയച്ചാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും. അപ്പോൾ നാളത്തെ കാര്യത്തിൽ ആ ജനത്തെ കർത്താവ് എത്രയധികം കരുതുന്നു എന്നുള്ളത് നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കർത്താവ് നമ്മെ കരുതുമ്പോൾ ഇന്ന് മാത്രമല്ല, നാളെയും കരുതുവാൻ, ഭാവിയിലും കരുതുവാൻ ഇടയായിട്ട് തീരും എന്നുള്ളതായ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് ഓർപ്പിക്കുന്ന കാര്യം, ആ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. അപ്പോൾ പ്രാർത്ഥനക്കാരൻ തൻ്റെ അടിയന്തര ആവശ്യവുമായിട്ട് ദൈവസന്നിധിയിലേക്ക് വരുന്നു എന്നുള്ളതായ കാര്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇവിടെ ഈ 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുക, ഇത്രയും വിശദീകരണമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാളേക്കായി വിചാരപ്പെട്ട് പോകാനുള്ളതായ സാധ്യത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്.
അപ്പോൾ നമുക്കറിയാം ചില കാര്യങ്ങളിലൊക്കെ ഞെരുക്കത്തിൽ നമ്മൾ നാളെ എന്ത് ചെയ്യും എന്നുള്ളതായൊരു ആശങ്ക ഉണ്ടാകാം. ഈ മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ വേണമെങ്കിലൊന്ന് ആശങ്കപ്പെടാവുന്നൊരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായി. കാരണം അതത് ദിവസത്തിലുള്ള വെള്ളം കിണറ്റിൽ വരുന്നതായ സാഹചര്യമായിരുന്നു. അപ്പോൾ ആ ടാങ്കൊന്നും നിറയാതെ വരുമ്പോൾ തന്നെ വേണമെങ്കിൽ അസ്വസ്ഥപ്പെടാനായിട്ടുള്ളതായ എല്ലാ സാധ്യതയുമുണ്ട്. എങ്കിലും അസ്വസ്ഥപ്പെടാതെ കർത്താവ് കരുതി എന്നുള്ളത്, അതിനൊരുപക്ഷെ ഈ വചനം സഹായകരമായിട്ട് തീർന്നു എന്നുള്ളതും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കാരണം ഇനി ഇങ്ങനെ പോയാൽ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടാം എന്നുള്ളതായ വിചാരപ്പെടലുള്ളതായ സാധ്യത ഇങ്ങനെയൊക്കെ ഉള്ളതായ ജീവിതാവശ്യങ്ങളുടെ മുഖത്ത് നമുക്കുണ്ടായി പോകുന്നതിനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധ്യതയിൽ നിന്ന് ആരും ഒഴിവുള്ളവരല്ല എന്നുള്ളതായ കാര്യം ഞാൻ ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോഴും ഓർക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നാം ചില ആശങ്കകളൊക്കെ മുമ്പിൽ കാണാനും അതിൽ വിചാരപ്പെട്ടു പോകുന്നതിനുമുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. വാക്യങ്ങളൊന്നും വായിക്കാതെ ഞാനൊരു ദൂത് അവിടെ പറയാം എന്ന് വിചാരിക്കുകയാണ്. അവർ പല പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും വിചാരപ്പെട്ടെന്ന് മാത്രമല്ല, പിന്നെ അവരുടെ പാപമായിട്ട് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറയുന്ന പ്രബലമായൊരു പാപമുണ്ടല്ലോ. അവർ വിചാരപ്പെട്ടെന്ന് മാത്രമല്ല, അവർ ദൈവത്തോട് പിറുപിറുക്കുവാനും ഇടയായിട്ട് തീർന്നു. അപ്പോൾ അവർ അങ്ങനെ പിറുപിറുക്കുമ്പോൾ അവരുടെ കാര്യമല്ല അവരധികവും പറഞ്ഞത്. ഇന്ന് പോലെ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണത്. അവരുടെ കാര്യമല്ല അവരധികവും പറഞ്ഞത്. പിന്നെ തങ്ങളുടെ മക്കളെക്കുറിച്ചുള്ളതായ വലിയ ആശങ്കയായിരുന്നു അവരുടെ മനസ്സിനെ ഭരിക്കുവാൻ ഇടയായിട്ട് തീർന്നത് എന്നുള്ളത് നമ്മൾ എത്രയോ വാക്യങ്ങളിൽ വായിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. നമുക്കറിയാം, ദൈവം വളരെ അതിശയകരമായിട്ട് അവരെ കരുതുവാൻ ഇടയായിട്ട് തീർന്നു. പക്ഷെ വിചാരപ്പെട്ടതിനെ തുടർന്ന് അവർ ദൈവത്തോട് പിറുപിറുത്തതിനും കൃത്യമായ ശിക്ഷ ദൈവം കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് ഞാനിന്ന് പകൽ ഭയത്തോടു കൂടി ഓർക്കുവാൻ ഇടയായി തീർന്നൊരു കാര്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞ പല ക്ലാസ്സുകളായിട്ട് നാം വിചാരപ്പെട്ടിരുന്നുള്ളതായ കാര്യം ചിന്തിച്ചു. ഈ കൽപ്പനയെ ലംഘിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ വിചാരപ്പെടാനും വിചാരപ്പെടുന്നത് പിറുപിറുപ്പിലേക്ക് നീങ്ങാനും ഒക്കെ ഉള്ളതായ ആ സാധ്യത ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്രയോ അധികമുണ്ട്. അതുകൊണ്ട് ഞാനൊരു സത്യം ഇന്ന് രാത്രി ഓർപ്പിക്കുകയാണ്. നമ്മൾ വിചാരപ്പെടരുതെന്ന് മാത്രമല്ല, പിറുപിറുപ്പിലേക്ക് നമ്മൾ വഴുതിപ്പോകുന്നില്ല എന്നുള്ളത് എല്ലാ സൂക്ഷ്മതയോടും കൂടി ഉറപ്പാക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അവരുടെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന വലിയൊരു പാഠമുണ്ടല്ലോ. അവരവരുടെ മക്കളെക്കുറിച്ച് ഒത്തിരി അങ്ങനെ ഭാരപ്പെടുവാനും ഒക്കെ ഇടയായിട്ട് തീർന്നു. അങ്ങനെ പിറുപിറുത്ത ആളുകൾ, ആ തലമുറ ആ മരുഭൂമിയിൽ അവസാനിക്കുവാനിടയായിട്ട് തീർന്നു. അവരവരുടെ മക്കളെക്കുറിച്ചാണ് ആശങ്കപ്പെട്ടതെങ്കിൽ ആ മക്കൾ സുരക്ഷിതരായിട്ട് വാഗ്ദത്ത ദേശത്ത് എത്തുവാനും ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ് അവരുടെ ചരിത്രത്തിൻ്റെ ആകത്തുകയും നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി പറയുകയാണ്, നാളെയെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയെക്കുറിച്ചും നമ്മൾ ആശങ്കപ്പെടാനോ വിചാരപ്പെടാനോ ആവശ്യമില്ല. ഞാൻ ഈ ചരിത്രം എങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു പ്രസിദ്ധമായ വാക്യമുണ്ട്. ആ വാക്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായ വാക്യമാണ്. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വളരെ മനോഹരമായിട്ടുള്ളതായൊരു വാഗ്ദത്തമുണ്ട്. ഒന്ന് വായിച്ച് നമുക്ക് പോകാം. ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ വലിയൊരു സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിന് കൈമാറിക്കൊടുക്കുകയാണ്. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആ കണക്ക് എന്ത് വലിയ കണക്കാണ്. 1000 തലമുറ വരെ
ദയ കാണിക്കും. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, നമുക്ക് നാളെക്കുറിച്ചോ നമ്മുടെ അടുത്ത തലമുറയെക്കുറിച്ചോ വിചാരപ്പെടാൻ ആവശ്യമില്ലാത്ത നിലയിൽ എത്രയോ സുരക്ഷിതമായ സ്ഥാനത്താണ് സ്വർഗത്തിലെ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് എന്നുള്ളതായ ഗൗരവതരമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കട്ടെ. അതിൻ്റെ മുൻപത്തെ വാക്യം നമ്മൾ വായിച്ചില്ല. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ലംഘിക്കുന്നവർക്ക് എത്ര തലമുറ വരെ സന്ദർശനം ഉണ്ടാകുമെന്നാണ് അവിടെ വായിക്കുന്നത്. 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ. ഞാനൊരു വാക്ക് ഈ ദിവസം നമ്മൾ വായിക്കുന്ന വേദഭാഗമായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും അത് ചിന്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് ഈ പ്രമാണം കിട്ടിയ ആളുകളാണ്. പക്ഷേ അവർ ഈ വിഷയത്തിൽ തോറ്റുപോയി എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുന്ന ചരിത്രം എത്രയോ വേദനാജനകമായിട്ടുള്ളതായ ചരിത്രമാണ്. ദൈവത്തിന് തൻ്റെ നിയമത്തെ ലംഘിക്കാനായിട്ട് സാധിക്കുകയില്ല. തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ നിയമം പ്രമാണിക്കുന്നവർക്കും അവൻ നിയമവും ദയയും പാലിക്കുന്ന ദൈവമാണ്. പക്ഷേ അതിനെ ലംഘിക്കുന്നവരോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സന്ദർശനവും വളരെ കൃത്യമാണ് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ അവിടെ നിന്ന് മുമ്പോട്ട് പോകട്ടെ. നാളെയെക്കുറിച്ച് വിചാരപ്പെടാൻ ആവശ്യമില്ലാത്ത നിലയിൽ നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുവാൻ ആവശ്യം ഇല്ലാത്ത നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ മാർഗം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ദൈവത്തെ സ്നേഹിക്കാം. അവൻ്റെ കൽപ്പനകളെ നമ്മൾ കൃത്യമായി സൂക്ഷിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാം. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ജീവിതം മാത്രമല്ല, 1000 തലമുറ വരെ ദയ കാണിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്താൽ ആ വാഗ്ദത്തം ദൈവം വളരെ കൃത്യമായിട്ടും സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഒരു വാക്കുകൂടി ഞാനോട് ചേർത്ത് പറയട്ടെ. നാളത്തെ ദിവസത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാത്തൊരാൾ നാളെ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്തൊരാൾ, നമ്മളൊക്കെ ആ ഗണത്തിൽപ്പെട്ട ആളുകളാണ്. നമുക്ക് നാളത്തെ ദിവസത്തിൽ യാതൊരു നിയന്ത്രണവുമില്ല. നാളെ നമ്മൾ ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു നിശ്ചയവുമില്ല. അപ്പോൾ നമ്മിൽ തന്നെ എത്രയോ നിസാരന്മാരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. നാളെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാത്ത ആളുകൾ നാളത്തെക്കുറിച്ച് വിചാരപ്പെടുന്നു എന്നുള്ളത് എത്രയോ ബുദ്ധിശൂന്യമായിട്ടുള്ള കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയും അതിൻ്റെ ക്ഷണികതയും തിരിച്ചറിയുന്നവർക്ക് വിജയകരമായിട്ട് ഈ പ്രമാണം പ്രായോഗികമാക്കി ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കെല്ലാം വളരെ പരിചയമുള്ളതായ ദൈവവചനത്തിൻ്റെ ഒരുക്കത്തോടുള്ള ബന്ധത്തിൽ നാം സാധാരണ ചിന്തിക്കുന്നതായ വേദഭാഗത്ത് ഈ സത്യം എത്ര മനോഹരമായിട്ടാണ് പത്രോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ ആ വാക്കെടുത്ത് വായിക്കുന്നില്ല. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. മനുഷ്യൻ പുല്ലിന് പൂവിന് സമാനതയുള്ളവനാണ്. ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെയേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എത്രയോ നിസാരമാണ്, ക്ഷണികമാണ് എന്നുള്ളതായ കാര്യം തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. 1 പത്രോസ് 1-ന്റെ 25-ാമത്തെ വാക്യത്തിൽ ഒടുവിലൊരു സത്യം പറയുന്നുണ്ടല്ലോ. നമ്മളുടെ നിസാരതയെ യെശയ്യാപ്രവചനത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ച ശേഷം അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നൊരു സത്യമുണ്ട്. അതും യെശയ്യാപ്രവചനത്തിലുള്ള സത്യമാണ്. എന്താണത്? ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ നിസ്സാരന്മാരാണെന്നുള്ളത് നമുക്ക്
തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും ജീവിക്കാനായിട്ട് ഉത്സാഹിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സുരക്ഷിതത്വവും നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നത് ദൈവം നമുക്ക് തന്ന പ്രമാണങ്ങളോട്, എന്നേക്കും നിലനിൽക്കുന്ന വചനത്തോട് നാം പുലർത്തുന്നതായ അനുസരണവും വിശ്വസ്തതയുമാണ്. ആവർത്തനം 5:10 അതല്ലേ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ എല്ലാ സന്തോഷത്തോടും കൂടി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒത്തിരി പരിമിതിയുള്ള ആളുകളാണ്. നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാം. എന്നാൽ ദൈവം നമുക്ക് എന്നുള്ള പ്രമാണങ്ങളും വചനവും വളരെ കൃത്യമായി സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ ജീവിതം സുരക്ഷിതമായിരിക്കും എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ നിത്യതയിലും അതിൻ്റെ മഹത്വം നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വാക്യങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സത്യം, നമ്മെ സ്നേഹിച്ച് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുവാനും ആ സ്നേഹത്തിൻ്റെ ഫലം എന്ന നിലയിൽ അവൻ്റെ കൽപ്പനകളോട് വിശ്വസ്തത സൂക്ഷിക്കുവാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. മാളികമുറിയിലെ പ്രസംഗത്തിൽ കർത്താവ് എത്രയോ വട്ടമാണ് ഈ സത്യം ആവർത്തിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. ആ വാക്യങ്ങളൊക്കെ നമുക്ക് നല്ല പരിചയമുള്ളതാണല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. എത്ര വട്ടമാണ് അവിടെ ആ പ്രസംഗത്തിൽ ഒടുവിലത്തെ രാത്രിയിൽ നമ്മുടെ കർത്താവ് ആ സത്യം ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളോട് വിശ്വസ്തരായിട്ട് ഈ തലമുറയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നമുക്ക് നൽകട്ടെ. നമ്മുടെ നിസ്സാരതയെ തിരിച്ചറിയാം, നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയാം. നമ്മുടെ കർത്താവ് സകല കാര്യങ്ങളെയും തൻ്റെ മഹത്വത്തിനൊത്ത് നിയന്ത്രിക്കുന്നവരാണെന്നുള്ള വലിയ തിരിച്ചറിയോടുകൂടി ഓരോ ദിവസവും ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. 34-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു സത്യം കൂടി ഞാനൊന്ന് പറഞ്ഞ് ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ എന്ന് പറഞ്ഞാൽ, ഈ വിചാരപ്പെടാനിടയായിട്ട് തീർന്നാൽ ഓരോ ദിവസവും വിചാരപ്പെടാകുന്ന വിഷയങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുവാൻ ഇടയായിട്ട് തീരും. അതൊരു പൊതുപ്രമാണമാണ്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. ഫോർ ടുമോറോ വിൽ വറി അബൌട്ട് ഇറ്റ്സ് ഓൺ തിങ് എന്ന് പറഞ്ഞാൽ, വിചാരപ്പെടാനായിട്ട് ഒരാൾ തുടങ്ങിയാൽ എല്ലാ ദിവസവും വിചാരപ്പെടാനുള്ള വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇതിനെ അതിജീവിക്കുക എന്നുള്ളതല്ലാതെ ഇതിന് വിധേയപ്പെട്ടാൽ, പ്രിയപ്പെട്ടവരെ, വിചാരപ്പെടാതെ ജീവിക്കുവാൻ ഒരു ദിവസം പോലും ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ കർത്താവ് ആദ്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇവിടെ ദീർഘമായി കർത്താവ് എല്ലാ ന്യായങ്ങളും വിശദീകരിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതായ ഈ വിലപ്പെട്ട പാഠം ഉൾക്കൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയിലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിച്ച് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അനുഭവിച്ച് ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കേവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്നതായ വളരെ കാതലായ സത്യം ഉൾക്കൊണ്ട് ഈ വലിയ പ്രതിസന്ധിയെ വിജയകരമായിട്ട് അതിജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒടുവിലത്തെ വാചകം കൂടി ഞാനൊന്ന് ഓർപ്പിക്കാം. ഇന്നത്തെ ദിവസം ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ 34-ാമത്തെ വാക്യത്തിൽ കർത്താവ് എന്താ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വളരെ കൃത്യമായൊരു സന്ദേശം
അവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. നാളെക്കുറിച്ച് വിചാരപ്പെട്ടിട്ട് കാര്യമില്ല. വിചാരപ്പെടാവുന്ന വിഷയം എല്ലാ ദിവസവും ഉണ്ടാകാം. അതുകൊണ്ട് കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്, നാം ഓരോ ദിവസവും ഇന്നത്തെ ദിവസം വിജയകരമായി ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ കർത്താവ് വ്യക്തമാക്കുന്നത്. ഞാൻ ആ വാചകത്തിൻ്റെ അർത്ഥം നിങ്ങൾ ഉൾക്കൊണ്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഇന്നലകളെ നമുക്ക് ഓർക്കാം, ഇന്നലകളെ നമുക്ക് വിലയിരുത്താം. കേവലം ഓർക്കുക മാത്രമല്ല, എവിടെയെങ്കിലുമൊക്കെ പരാജയങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതായ കാര്യം നമുക്ക് പരിശോധിക്കാനും അത് വിലയിരുത്താനും സാധിക്കട്ടെ. വിലയിരുത്തി അവിടെ ക്രമപ്പെടാനായിട്ട് നമുക്ക് അവസരമുണ്ട്. ഇന്നലകളെയെല്ലാം മറക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെയോ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മളുടെ കുറവുകളെ കണ്ടെത്തി ആ കുറവുകൾക്ക് പരിഹാരം വരുത്തി നമുക്ക് ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇനി അതിൻ്റെ ഒരു മറുവശം, നാളെയെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട എന്നാണ് അതിനർത്ഥം. അല്ല, നാളെയെക്കുറിച്ച് വിചാരപ്പെടേണ്ടെന്നേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. ഒന്നും ചിന്തിക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പിന്നെയോ നാളേക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചിന്തിക്കാനോ നാളേക്ക് വേണ്ടി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനോ ഒക്കെയുള്ളതായ ആവശ്യം നമ്മുടെ സാധാരണ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അപ്പം നാളെക്കുറിച്ച് വിചാരപ്പെടണം, നാളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൗകര്യമുള്ള ജീവിക്കാം, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ നാം വിവേകമുള്ള ആളുകളാണ്. അതുകൊണ്ട് നമുക്ക് നാളത്തെ കാര്യം എന്താണെന്ന് പ്ലാൻ ചെയ്യാം, പ്രാർത്ഥനാപൂർവം നമുക്ക് ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ കർത്താവ് ഇവിടെ വിലക്കുവാൻ ഇടയായിട്ട് തീരുന്നില്ല. ഞാനിന്ന് ഈ വാചകത്തിലൂടെ കടന്നു പോയപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിലൊരു വാക്യമാണ് എൻ്റെ മനസ്സിൽ വരാനിടയായിട്ട് തീർന്നത്. നിങ്ങളുടെ മനസ്സിലും ചിലപ്പോൾ അത് വന്ന് കാണുമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. നമുക്കറിയാവുന്നൊരു വാക്യമാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ അതിൻ്റെ മുൻപിൻ വാക്യങ്ങളൊക്കെ നമുക്ക് പരിചയമുണ്ടല്ലോ. അവിടെ പട്ടണത്തിൽ പോകുന്ന കാര്യവും കച്ചവടം ചെയ്യുന്ന കാര്യവും ലാഭമുണ്ടാക്കുന്ന കാര്യവും ഒക്കെ അവിടെ യാക്കോബ് എടുത്തു പറയുവാനിടയായിട്ട് തീരുന്നുണ്ട്. അതാണ് ലോകത്തിൻ്റെ ഒരു സിസ്റ്റം, അതാണ് ലോകത്തിൻ്റെ ചിന്താഗതിയും അതാണ്. അങ്ങനെയൊക്കെ ഉള്ള പ്ലാനുകളും ഒക്കെ രൂപപ്പെടുത്തി ആ പ്ലാനുകൾ അനുസരിച്ച് പദ്ധതികളെ ക്രമീകരിച്ച് ജീവിതം വിജയകരമാക്കി തീർക്കാനായിട്ട് പരിശ്രമിക്കുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് യാക്കോബ് മുൻ വാക്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് അത് വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. എന്നിട്ട് ദൈവമക്കളോട് അവിടെ ഒരു പ്രബോധനം പറയുന്നതായ കാര്യം, കർത്താവിനിഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഒത്തിരി വിശദീകരണങ്ങൾ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നാളത്തെ കാര്യം പ്ലാൻ ചെയ്യുമ്പോഴും ആ പ്ലാനുകൾ എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം എന്നുള്ളതായ നിർബന്ധം കൊണ്ട് നമ്മുടെ ഇന്നത്തെ ജീവിതം അരിഷ്ടമാക്കി കളയുവാൻ ഇടയായിട്ട് തീരരുത്. ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നാളത്തെ ദിവസത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വിജയകരമായി തീർക്കേണ്ടതിന് വേണ്ടി ഇന്ന് വിജയകരമായി ജീവിക്കേണ്ട ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പുവരുത്തണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം പറഞ്ഞ വാചകം ഒന്നുകൂടി പറയുകയാണ്. 34-ാം വാക്യത്തിൻ്റെ അന്തസത്ത, നമുക്ക് ഇന്നുകളിൽ ജീവിക്കാം. ഓരോ ദിവസവും ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യം ചെയ്യുന്നു എന്നും ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ നാം ജീവിക്കുന്നു എന്നുള്ളതും എല്ലാ സൂക്ഷ്മതയോടും കൂടി ഉറപ്പുവരുത്തി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. നാളേക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ജീവിതത്തിൻ്റെ മഹത്വം നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ലെന്നുള്ളത്
എല്ലാ സൂക്ഷ്മതയോടും കൂടി ഉറപ്പാക്കാം. യാക്കോബിൻ്റെ വാക്കുകൾ എന്ത് മനോഹരമാണ്. ആ വാക്കുകൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും പദ്ധതിയുമായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാം. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ താഴ്മയോടും ദൈവാശ്രയത്തോടും കൂടെ ഓരോ ദിവസവും നമ്മൾ വിജയകരമായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. ഇന്ന് നമ്മൾ വിജയകരമായിട്ട് പിന്നിടുമ്പോൾ സ്തോത്രം ചെയ്യാം, ദൈവത്തിന് നന്ദി പറയാം. നാളത്തെ ദിവസം കർത്താവ് തന്നാൽ ആ ദിവസവും കർത്താവിന് ഏറ്റവും പ്രസാദകരമായ നിലയിൽ ജീവിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കി സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാൻ ഈ പാഠം പറയാൻ തുടങ്ങിയപ്പോൾ മുതൽ പലവട്ടം ഓർപ്പിച്ചതുപോലെ നമ്മൾ ഈ സത്യമൊക്കെ ബുദ്ധിപരമായിട്ട് ഉൾക്കൊണ്ടാലും ഇത് മുഴുവനും പ്രായോഗികമാക്കാനായിട്ട് നമുക്ക് കഴിയണമെന്ന് വരികിൽ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുവാനും അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ഈ പ്രബോധനം നമ്മൾ ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീരുമ്പോൾ, കർത്താവെ, ഈ പ്രബോധനം അതുപോലെ അനുസരിച്ച് വിജയകരമായി ജീവിക്കുവാൻ, വിചാരപ്പെടാതെ ജീവിക്കാനുള്ളതായ ദൈവകൃപ തരണമേ എന്നുള്ളതായ ആ ആഗ്രഹത്തോടും ആശ്രയത്തോടും പ്രാർത്ഥനയോടും കൂടി ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി നമുക്ക് ഒരധ്യായം കൂടിയാണ് ഈ പ്രസംഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. കർത്താവ് വരാൻ താമസിച്ചാൽ ഒത്തിരി വിശദീകരണം കൂടാതെ 7-ാം അധ്യായവും നമുക്ക് പഠിക്കാനായിട്ട് കഴിയും എന്ന് വിചാരിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ജീവിത പാഠങ്ങൾ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ഉൾക്കൊണ്ട് ഇത് പ്രമാണിച്ച് ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനാണ് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച വിചാരപ്പെടരുന്നുള്ള കൽപ്പന മാത്രം ഒരാൾക്ക് വിജയകരമായിട്ട് അനുസരിക്കുവാനായിട്ട് സാധിച്ചാൽ ആ ജീവിതം എത്രയോ ധന്യമായിരിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നു. ഗിരിപ്രഭാഷണം പഠിക്കാൻ മാത്രമല്ലല്ലോ, അത് പ്രായോഗികമാക്കി ജീവിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.